അല്ല, ഇപ്പോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാകിസ്ഥാനോട് താല്പര്യമുള്ളവരാണ്, പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണെന്നൊക്കെയുള്ള പ്രയോഗം അത് കേൾക്കുമ്പോ രസവും തോന്നും, വലിയൊരു കോമഡിയാണ്. പക്ഷെ സങ്കടം തോന്നുമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷിത്വം വഹിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളായ ആളുകളാണ്. മുസ്ലിങ്ങളാണെന്ന് മാത്രമല്ല മുസ്ലിം പണ്ഡിതന്മാരാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചോര കൊടുത്തത് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളല്ല. ഏതെങ്കിലും വഖത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു, അതുപോലെ കച്ചവടം നടത്തുന്ന മുസ്ലിങ്ങളല്ല, സാധാരണ മുസ്ലിങ്ങളല്ല ചോര കൊടുത്തത്. അല്ലെ, എത്രത്തോളം ഫൈറ്റ് ചെയ്ത് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ ചരിത്രങ്ങൾ പഠിച്ച മതിയാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടതാകുന്ന ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ ആദരവോടുകൂടി കാണുന്ന സ്ഥലമാണ് അമ്പലം എന്ന് പറയുന്നത്, ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവർ ഹൈന്ദവരുടെ സംരക്ഷകരല്ല, ഹിന്ദു മതത്തിന്റെയും സംരക്ഷകരല്ല, ഹിന്ദു മതത്തിൻ്റെതാകുന്ന തത്വങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമല്ല. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ പുതിയൊരു പ്രൊപ്പഗണ്ട കൂടിയുണ്ട്. അതായത് നിങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുസ്ലിം സമുദായം പാകിസ്ഥാന് ജയ് വിളിക്കുന്നവരാണെന്ന് പറയുന്നത്, അല്ലെ? എന്താണ് അതിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അതായത് പ്രൊപ്പഗണ്ടയാണ്, സംഘപരിവാറിന്റെയും ക്രിസംഖികളായ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രൊപ്പഗണ്ടയാണ്. അതായത് ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം അറിയാത്ത ആളുകളാന്ന് പറയേണ്ടി വരും. എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? എന്തൊരു അവസ്ഥയാണത്? അല്ല, ഇപ്പോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാകിസ്ഥാനോട് താല്പര്യമുള്ളവരാണ്, പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണെന്നൊക്കെയുള്ള പ്രയോഗം അത് കേൾക്കുമ്പോ രസവും തോന്നും, വലിയൊരു കോമഡിയാണ്. പക്ഷെ സങ്കടം തോന്നുമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം ചോര ഒഴുക്കിയ പണ്ഡിതന്മാർ മുസ്ലിം സമുദായത്തിലല്ലാതെ മറ്റൊരു സമുദായത്തിലുമില്ല. അതെ, പണ്ഡിതന്മാർ ചോര ഒഴുക്കിയത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോ ദാറുൽ ഉലൂം ദെയ്യോബന്ദ് യുപിയിലെ, ഞാൻ അൽഖാസിമി ബിരുദം എടുത്തതാകുന്ന ഒരു സ്ഥാപനമാണ്. ദാറുൽ ഉലൂം ദെയ്യോബന്ദില് ഖൂനി മസ്ജിദ് എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട്. ഖൂനി മസ്ജിദ് എന്ന് പറഞ്ഞാൽ രക്തം വീണ പള്ളി എന്നാണ് ആ പള്ളിയുടെ പേര് തന്നെ. ആ പള്ളിയിൽ ഇപ്പൊ പോയാൽ ചോരയൊന്നും കാണാൻ കഴിയില്ല, രക്തമൊന്നും കാണാൻ കഴിയില്ലെങ്കിലും അതിന്റെ കുമ്മായം ചുരണ്ടി നോക്കിയാൽ അതിന്റെ ഉള്ളിൽ ഇപ്പോഴും ചോരപ്പാടുകൾ കാണാം. ഇവിടെ വന്നതാകുന്ന വൈദേശിക ശക്തികൾക്കെതിരെ നിരന്തരമായി പോരാടിയ മുസ്ലിം പണ്ഡിതന്മാർ, വലിയ അറിവിന്റെ സാഗരങ്ങളാകുന്ന മുസ്ലിം പണ്ഡിതന്മാർ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കെ അവർക്ക് നേരെ നിറയൊഴിക്കുകയും അങ്ങനെ അവരുടെ മാംസവും രക്തവും ചിതറി ആ പള്ളിയുടെ ഭിത്തികളിൽ വീഴുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ പള്ളിക്ക് ഖൂനി മസ്ജിദ് എന്ന പേര് പോലും വന്നത്. ഇത് കേവലം ഒരു ഉദാഹരണമാണ്. അതുപോലെ ഇവിടുത്തെ ഏതൊരു മുസ്ലിമിനോട് ചോദിച്ചു നോക്ക്, നിങ്ങൾക്ക് ഇന്ത്യയാണോ വലുത് പാകിസ്ഥാനാണോ വലുത് എന്ന് ചോദിച്ചാൽ ഏതൊരു മുസ്ലിമും സ്വാഭാവികമായി പറയുന്ന മറുപടി ഇന്ത്യ എന്ന് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഞങ്ങളെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന തത്വം തന്നെ ഹുബ്ബുൽ വത്വനി മിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്നാണ്. ഇതാണ് മുൻഗാമികളായ മഹത്തുക്കളുടെ വാക്യം പോലും. അത്തരത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒരു ജനത എങ്ങനെയാണ് പാകിസ്ഥാനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതൊരു കോമഡി എന്ന് മാത്രമല്ല മഹാവിഡ്ഢിത്തരമാണ്. ഒരു വിഡ്ഢിത്തരമായി മാത്രം നമ്മൾ അതിനെ മനസ്സിലാക്കിയാൽ മതിയാവും. ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷിത്വം വഹിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളായ ആളുകളാണ്. മുസ്ലിങ്ങളാണെന്ന് മാത്രമല്ല മുസ്ലിം പണ്ഡിതന്മാരാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചോര കൊടുത്തത് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളല്ല, ഏതെങ്കിലും വഖത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു, അതുപോലെ കച്ചവടം നടത്തുന്ന മുസ്ലിങ്ങളല്ല, സാധാരണ മുസ്ലിങ്ങളല്ല ചോര കൊടുത്തത്. 70,000-നടുത്ത് തന്നെ ഇന്ത്യയുടെ മുസ്ലിം ചരിത്രം പരിശോധിച്ചാൽ, നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ 70,000-ഓളം 68,000-ഓളം മുസ്ലിം പണ്ഡിതന്മാര് അവരുടെ ഈ രാജ്യം നിലനിർത്തുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ, അതല്ലേ 68,000. തീർച്ചയായും ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഒരുപാട് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സങ്കടപ്പെടേണ്ട അല്ലെങ്കിൽ കോമഡി ആക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ട. അതായത് ഈ ഒരു സാഹചര്യം നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ ഏത് വിധേനയും പുറത്താക്കണം, വോട്ടവകാശം നിഷേധിക്കണം, മുസ്ലിങ്ങൾ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് പറഞ്ഞുണ്ടാക്കുന്ന സംഘപരിവാറുകാരുടെ അവർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ യഥാർത്ഥ ചരിത്രത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനിൽ പറയാനുള്ളത്. യഥാർത്ഥ ചരിത്രം പഠിച്ചാൽ ഇന്ത്യ എന്ന രാജ്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ, ഇന്ത്യയുടെ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതിൽ മുസ്ലിം സമുദായക്കും എത്രത്തോളം, മറ്റൊന്നുകൊണ്ട് പറയല്ല, മറ്റു സമുദായങ്ങൾക്കൊപ്പം, അല്ലെ, മറ്റു സമുദായങ്ങൾക്കൊപ്പം മുസ്ലിം സമുദായം എത്രത്തോളം ഫൈറ്റ് ചെയ്ത് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ
ചരിത്രങ്ങൾ പഠിച്ചേ മതിയാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനോടൊപ്പം ചേർത്ത് മറ്റൊരു കാര്യം കൂടി വായിക്കേണ്ടതുണ്ട്. ഈ നിമിഷത്തിൽ നമ്മൾ ഈ സംസാരിക്കുന്നതാകുന്ന ഈ നിമിഷത്തിൽ പോലും ഇന്ത്യ പാക് വിഭജനത്തെ ഒരൊറ്റ മുസ്ലിമും അംഗീകരിക്കുന്നില്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യത്തെ വിഭജിച്ചത് ഈ നിമിഷത്തിലും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഔദ്യോഗികമായി കേരളത്തിലുള്ളതാകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതാകുന്ന മുസ്ലിം സംഘടനകൾ, കേരളത്തിൽ ഔദ്യോഗികമായി 4 സുന്നി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ വ്യാപകമായി തന്നെ ഒരുപാട് സംഘടനകളുണ്ട്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പോലെയുള്ള, ജമഇയ്യത്തുൽ ഉലമാ ഹിന്ദ് പോലെയുള്ള ഇന്ത്യ വ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളുണ്ട്. കേരളത്തിലും കേരളത്തിന് പുറത്തും പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ടതാകുന്ന പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന 4 സുന്നി സംഘടനകളുണ്ട്, സുന്നി ഇതര സംഘടനകളുണ്ട്. ഇതിന്റെ നേതാക്കളോട് ചോദിച്ചാൽ അവരെല്ലാവരും പറയുന്ന മറുപടി ഇന്ത്യ പാക് വിഭജനം അതൊരു മണ്ടത്തരമായിരുന്നു എന്നാണ്. അഥവാ ഈ രാജ്യത്തിന്റെ നെഞ്ചു പിളർത്തി, ഒരു മതത്തിന്റെ പേരിൽ നെഞ്ചു പിളർത്തി, അതൊക്കെ വലിയ ലക്ഷ്യത്തിന്റെ പിന്നാലെ നടന്ന കളികളാണ്. ഈ രാജ്യത്ത് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാവണം, മുസ്ലിമും അമുസ്ലിമും തമ്മിൽ എന്നും പ്രശ്നം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചവരുടെ വലിയ ലക്ഷ്യത്തിന്റെ വിജയം കൂടിയാണ് ഇന്ത്യ പാക് വിഭജനം എന്ന് മനസ്സിലാക്കുന്നവരും അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും മദ്രസയിൽ പഠിപ്പിക്കുന്നവരുമാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹം. ഈ എപ്പിസോഡ് അപ്പം ഇതിനെതിരെ, ഇത്തരത്തിലുള്ള വർഗീയ വിഷയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരെ മദ്രസകളിൽ എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? അതൊരു വിഷയമാണ്. മദ്രസകളിൽ തീവ്രവാദം പഠിപ്പിക്കുക എന്നാ പറയുന്നത്. നമ്മളിവിടെ വേറൊരു കാര്യം കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലൊരു ദുരവസ്ഥ നമുക്കല്ലാതെ വേറെ ആർക്കെങ്കിലും വരും? ഒരു മുസ്ലിം പണ്ഡിതൻ ഇസ്ലാമിന്റേതാകുന്ന ഔദ്യോഗികമായ വേഷങ്ങൾ ധരിച്ചിട്ട്, മുസ്ലിം പണ്ഡിതന്മാരുടെ വേഷങ്ങൾ ധരിച്ചിട്ട് ഞങ്ങൾ തീവ്രവാദികളല്ല, മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, ഒരു രാജ്യത്തിനും കാണില്ല ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ. സത്യം, ഒരു രാജ്യത്തിനും കാണില്ല ഇങ്ങനെ ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ രാജ്യസ്നേഹികളാണെന്ന് പറയേണ്ടി വരുന്ന നശിച്ച സാഹചര്യം തീർച്ചയായിട്ടും ഒരു രാജ്യത്തിനും ഉണ്ടാവില്ല. അത് വല്ലാത്ത എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കഴിഞ്ഞ 10-15 വർഷക്കാലം മുമ്പ് വരെ ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഇവിടെ മതം പറയേണ്ട കാര്യമില്ല, ഈ മുസ്ലിങ്ങളായവർ ഞങ്ങൾ തീവ്രവാദികളല്ല എന്ന് രാജ്യത്തോട് തൊഴുതു പറയേണ്ട സാഹചര്യമില്ല, ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ മാറി, സാഹചര്യം മാറിയപ്പോ യഥാർത്ഥത്തിൽ അത് പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് തിരിക്കുകയാണ്. ഇവിടെ പണ്ഡിതന്മാർ ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഞാൻ 3-4 എക്സാമ്പിൾ പറയാം. ഹിന്ദുവായ വ്യക്തി, നമ്മുടെ ഹിന്ദുക്കളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്, നാഴികയ്ക്ക് 40 വട്ടം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം വന്നിരിക്കുക. അതെ, സത്യം, അത്യാവശ്യമായി പോയി. ആവശ്യമല്ല, കാരണം അങ്ങനെ ഒരു സാമൂഹിക സാഹചര്യം ഇവിടെ നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു. അതെ, ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് എന്നും കസേരയിൽ ഇങ്ങനെ അമർന്നിരിക്കാൻ വേണ്ടി കേന്ദ്രങ്ങൾ ഭരിക്കുന്ന ആളുകളുടെ നിരന്തരമായ ശ്രമത്തിന്റെ ഭാഗമായി ഞങ്ങളും മുസ്ലിങ്ങളും, ഞങ്ങളും ഹിന്ദുക്കളും, ഞങ്ങളും ക്രിസ്ത്യാനികളും ശത്രുക്കളല്ല, ഞങ്ങൾ എല്ലാവരും ഒന്നാണെന്ന് ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാം. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കള് അരവണ പായസം കൊണ്ടുവന്നാലും, ഓണത്തിന് പോയി അവന്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാലും, റംസാന് നമ്മളെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാലും ഒന്നും പുറത്തു പറയേണ്ട കാര്യമില്ല, ഫേസ്ബുക്കിൽ ഇടേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനല്ല. ഇപ്പോ എന്റെ ഒരു അമുസ്ലിം സുഹൃത്തിന് വീട്ടിൽ പോയി ഞാൻ ഓണത്തിന് ഫുഡ് കഴിച്ചാൽ ഞാനത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് മതേതരത്വനാണ് ഞാനെന്ന് കാണിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഗതികേടാണിത്. അതെ, ഈ ഗതികേടിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. അതെ, ഒരു ഹിന്ദുവായ ഒരാൾ തെറ്റ് ചെയ്താൽ, അതും കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഹിന്ദുവായ ഒരാൾ തെറ്റ് ചെയ്താൽ അത് അദ്ദേഹത്തിന്റെ സാമൂഹിക ചുറ്റുപാട് കൊണ്ടോ അദ്ദേഹത്തിന്റെ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ തെറ്റുകളിലേക്ക് പോവാം. മാനസികമാകുന്ന സാഹചര്യങ്ങൾ കൊണ്ട്, സാഹചര്യങ്ങൾ അനുകൂലമായി വരുമ്പോൾ ഏതൊരു മനുഷ്യനും തെറ്റിലേക്ക് പോകും. ഹിന്ദുവായൊരു മനുഷ്യൻ തെറ്റിലേക്ക് പോയാൽ ഒരു നിമിഷത്തിൽ പോലും ഹിന്ദു സമൂഹം പ്രതിക്കൂട്ടിൽ നിന്നിട്ടില്ല. അതെ, തീർച്ചയായും. ക്രിസ്ത്യാനിയായ ഒരാൾ മോശത്തരം ചെയ്താൽ ക്രൈസ്തവ സമൂഹം മുഴുവനും പ്രതിക്കൂട്ടിൽ നിന്നിട്ടില്ല. നിരീശ്വരവാദിയായ ഒരാൾ മോശത്തരം ചെയ്താൽ നിരീശ്വരവാദികൾ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിന്നിട്ടില്ല. പ്രതിക്കൂട്ടിൽ അവർ നിൽക്കേണ്ടിയേ വന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് വളരെ ക്രൂരമായൊരു സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് കലാപത്തിന്റെ സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിൽ ബിൽഖീസ് ബാനു എന്ന് പറയുന്ന ഒരു സഹോദരിയെ ക്രൂരമായ നിലയിൽ ബലാത്സംഗം ചെയ്ത ചരിത്രവും അവരുടെ കുഞ്ഞിനെ കൊന്ന ചരിത്രവും വയറ്റിലുള്ളതാകുന്ന ആ സഹോദരിയുടെ കുഞ്ഞിനെ നശിപ്പിച്ച ചരിത്രവും ഒക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരിക്കൽ പോലും മറ്റാരും തന്നെ, പ്രത്യേകിച്ച് ഇവിടുത്തെ മുസ്ലിം സമൂഹം, ഹിന്ദുക്കൾ മുഴുവനും ഇങ്ങനെയാണ്, ഹിന്ദു സമൂഹം മുഴുവനും തീവ്രവാദികളാണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അതിനേക്കാൾ മറ്റൊരു വലിയ ഉദാഹരണം, ഇപ്പൊ നിലവിൽ നിരന്തരമായി വിഷം വിളമ്പിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ. അതെ, എല്ലാവരെയും ചേർത്ത് പിടിക്കണം, ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം, മനുഷ്യനെ അവകാശപ്പെടുന്നയാൾ.
അയാൾ നിരന്തരമായി വിഷം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. നിരന്തരമായി വിഷം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഹിന്ദു സമൂഹം മുഴുവൻ പ്രതിക്കൂട്ടിൽ കയറുന്നതേയില്ല. ആ ഒരു വ്യക്തിയാണ് നമ്മൾ പ്രതിക്കൂട്ടിൽ കയറ്റുന്നത്. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള മുസ്ലിം സ്വന്തം സമുദായത്തിന്റെ അവകാശങ്ങളോ സമുദായത്തിന്റെ നന്മയൊക്കെ പറഞ്ഞോട്ടെ, മറ്റു സമുദായങ്ങളെ ആക്ഷേപിച്ച് വർഗീയപരമായി പ്രസംഗിച്ച് നടക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയാണ്, സന്തോഷന്റെ കാര്യം കേട്ടോ. തീർച്ചയായിട്ടും ഹൈന്ദവ സഹോദരങ്ങളും ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികൾ, യഥാർത്ഥ അനുയായികളും ഇയാളെ തള്ളിക്കളഞ്ഞതാണ്. തീർച്ചയായിട്ടും ഇയാൾ വർഗീയവാദിയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഗുരുവിന്റെ പേരിലായതുകൊണ്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് AP അബൂബക്കർ മുസ്ലിയാരെ വന്ന് കണ്ട് ഗുരുവിന്റെ യഥാർത്ഥ അനുയായികൾ വന്ന് കണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഹിന്ദു എന്ന വേർതിരിവില്ല, മുസ്ലിം എന്ന വേർതിരിവില്ല, ക്രിസ്ത്യാനി എന്ന വേർതിരിവില്ല. നമ്മുടെ മാനവ സൗഹാർദ്ദം ഇവിടെ എന്നും നിലനിൽക്കണം. നമ്മുടെ മതേതരത്വത്തിൻ്റെതാകുന്ന ഫാബ്രിക്കിന് യാതൊരു തരത്തിലുള്ള കോട്ടവും വരാൻ പാടില്ല എന്നാണ്. ഇത്തരത്തിൽ നിരന്തരമായി മുസ്ലിം സംഘടനകൾ, മുസ്ലിം വ്യക്തികൾ, മുസ്ലിം സമൂഹത്തിലെ പ്രധാനപ്പെട്ടതാകുന്ന പണ്ഡിതന്മാർ ഞങ്ങൾ തീവ്രവാദികളല്ല, ഇസ്ലാം തീവ്രവാദത്തെ മുന്നോട്ട് വെക്കുന്നില്ല എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടതാകുന്ന ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ ആദരവോടുകൂടി കാണുന്ന സ്ഥലമാണ് അമ്പലം എന്ന് പറയുന്നത്, ക്ഷേത്രം എന്ന് പറയുന്നത്. അതിനെ പ്രതിഷ്ഠാമുറി എന്ന് പറയുന്നത് അതിനേക്കാൾ ആദരവിലാണ് കാണുന്നത്. ഈ പ്രതിഷ്ഠാമുറിയിൽ വെച്ചാണ് കത്തുവയിൽ ആസിഫ എന്ന് പറയുന്ന ഒരു പിഞ്ച് മോളെ ക്രൂരമായി പല ദിവസങ്ങളിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടത്. അപ്പോ ഇതിൽ കൂടി നമുക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുത, ഇവർ ഹൈന്ദവരുടെ സംരക്ഷകരല്ല, ഹിന്ദു മതത്തിന്റെയും സംരക്ഷകരല്ല, ഹിന്ദു മതത്തിൻ്റെതാകുന്ന തത്വങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമല്ല, ഹൈന്ദവരുടെ ഇഷ്ടക്കാരുമല്ല. ഹൈന്ദവരാകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിങ്ങൾക്കെതിരാക്കിക്കൊണ്ട് ഒന്നിച്ചു നിന്ന് മുസ്ലിങ്ങളെ തുരത്തുക, അതിനുശേഷം ക്രൈസ്തവരെ തുരത്തുക, ഇതൊക്കെ ഇവരുടെ അടിസ്ഥാന തത്വങ്ങളുമാണല്ലോ. ക്രൈസ്തവർ, മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകൾ, ഇവർ മൂന്ന് കൂട്ടരും അടിസ്ഥാനപരമായി നമ്മുടെ ശത്രുക്കളാണെന്നുള്ള അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാകുന്ന പ്രസ്ഥാനമാണത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നല്ലവരാകുന്ന ഹിന്ദുക്കളെ ചേർത്ത് നിർത്താനോ ഹിന്ദു മതത്തിൻ്റെതാകുന്ന സംസ്കാരങ്ങളെ ചേർത്ത് പിടിക്കാനോ യാതൊരു തരത്തിലും സാധ്യമല്ല. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളോട്, ക്രൈസ്തവ സഹോദരങ്ങളോട്, മതമില്ലാത്തവരോട്, മറ്റു മതങ്ങൾ ഏതുമാകട്ടെ അവരോടെല്ലാം പറയാനുള്ളത്, പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോടും പറയാനുള്ളത്, നമുക്ക് ഒന്നിച്ചു നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഇന്നലകളിലേക്ക് തിരിച്ചു പോകാം. നല്ല ഇന്നലകൾ, സ്നേഹമുള്ള ഇന്നലകൾ, നമ്മുടെ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടതാകുന്ന ഇന്ത്യ, നമ്മുടെ ഡോക്ടർ അംബേദ്കർ സാഹിബ് സ്വപ്നം കണ്ടതാകുന്ന ഇന്ത്യ, ആ ഇന്ത്യയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. സ്നേഹത്തോടുകൂടി ഒന്നിച്ചു നിൽക്കാം. ഏതെങ്കിലും സമുദായത്തിലെ വ്യക്തികൾ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഹിന്ദു മതത്തിലെ ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ക്രൈസ്തവ മതത്തിലെ ഒരാൾ ഒരു തെറ്റ് ചെയ്തു, മുസ്ലിം സമുദായത്തിലെ ഒരാൾ ഒരു തെറ്റ് ചെയ്തു എങ്കിൽ ആ തെറ്റ് ആ വ്യക്തിയിലേക്ക് മാത്രം ചേർക്കുക. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള തീവ്രവാദമോ ഭീകരവാദമോ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ അനുവദിക്കപ്പെട്ടിട്ടില്ല, മതപരമായി തന്നെ വിലക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കൽ നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് വിശുദ്ധമാകുന്ന ഇസ്ലാം. അപ്പോ ഇതിനെതിരെ ഒരു മുസ്ലിം പ്രവർത്തിച്ചാൽ അത് ആ മുസ്ലിം ആകുന്ന ആ വ്യക്തിയുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അയാളിലേക്ക് മാത്രം ചേർക്കുക. അങ്ങനെ സാമൂഹികമായി നിലനിൽക്കുന്ന ഒരു കമ്മ്യൂണൽ ഹാർമണി, സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഒരുമിച്ചുകൂടൽ, ഐക്യത്തോടു കൂടിയുള്ള ഒരു ചേർത്ത് പിടിക്കൽ, അത് ഇനിയും നമുക്ക് തുടരാം. സ്നേഹത്തോടുകൂടി നമ്മുടെ ഇന്ത്യയുള്ള കാലം അത്രയും മതങ്ങൾക്കൊക്കെ അതീതമായി മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായി തന്നെ ജീവിക്കട്ടെ, ഹൈന്ദവർ ഹൈന്ദവരായി തന്നെ ജീവിക്കട്ടെ, ക്രൈസ്തവർ ക്രൈസ്തവരായി തന്നെ ജീവിക്കട്ടെ. ഇത് മൂന്നുമാണല്ലോ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ടതാകുന്ന മതങ്ങൾ. ആ മതങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുന്നതിനോടൊപ്പം തന്നെ അതിനെല്ലാം അതീതമായി മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കുക. പ്രിയപ്പെട്ടവരോട് മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഇന്ന് നടക്കുന്നതാകുന്ന ഈ വർഗീയ പ്രവർത്തനങ്ങൾ, ഇതിൽ ഭയമൊന്നും വേണ്ട, ജാഗ്രത മതി. ഈ വലിയ പ്രളയത്തെയും ഈ വലിയ വർഗീയതയും തീർച്ചയായിട്ടും നമ്മൾ അതിജയിക്കും. ഇതിനേക്കാൾ വലുതൊക്കെ നമ്മൾ അതിജയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിജയിക്കാൻ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്നേഹത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന മഹാകവി ഉള്ളൂരിന്റെ ഒരു കവിത കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരച്ഛനമ്മയ്ക്കു പിറന്ന മക്കൾ, ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്ത മനുഷ്യവർഗം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി ഐക്യത്തിൻ്റെതാകുന്ന, സന്തോഷത്തിൻ്റെതാകുന്ന നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടിയുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ നന്ദി പ്രതികരിച്ച